അരനൂറ്റാണ്ട് പിന്നിട്ട കലാലയോർമ്മകളുമായി സഹപാഠികളുടെ പുനഃസംഗമം വേറിട്ടൊരനുഭവമായി. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 1974-76 വർഷത്തെ പ്രീ ഡിഗ്രി ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഓർമ്മക്കൂട്ടിലൂടെ ഒത്തുകൂടിയത്. കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒപ്പം പഠിച്ചവരെ കാണണമെന്ന് പ്രീ ഡിഗ്രി ബാച്ചിലെ നാരായണൻ ആഗ്രഹിച്ചു. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തിയ നാരായണൻ 2019 തുടങ്ങിയ പരിശ്രമം 3 മാസം മുൻപ് 80 പേരിൽ നിന്നും 52 അംഗങ്ങളായി വാട്സാപ്പ് ഗ്രൂപ്പിൽ വരെ എത്തിച്ചു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹോട്ടൽ അസ്മ ടവറിൽ അവർ ഒത്തുകൂടി. പ്രണയവും വിരഹവും പിണക്കവും കുസൃതിയും നിറഞ്ഞ ഓർമ്മകൾക്ക് അരനൂറ്റാണ്ടിന്റെ പഴക്കമെങ്കിലും അതിന്റെ തിളക്കത്തിന് പത്തരമാറ്റുണ്ടായിരുന്നു. ജീവിതത്തിലെ നല്ല അനുഭവമെന്ന് റേഡിയോ വാർത്താവതാരകൻ MB സക്കറിയ പറഞ്ഞു. 49 നീണ്ട വർഷങ്ങളിൽ നദി ഒഴുകിപ്പോയത് ഓർക്കുക പോലും ചെയ്യാതെ അവരുടെ പഴയ ഓർമ്മകൾ, ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ, ഇത് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. കാരണം മറക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിനേക്കാൾ എളുപ്പമാണ് ഓർമ്മകൾ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ. അതാണ് സമൂഹം ചെയ്യേണ്ടത്. ഒരിക്കൽ വിട്ടുപോയവരെ അങ്ങ് മറക്കുകയല്ല, അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ചവർ മുതൽ ഇപ്പോഴും ബിസിനസ് രംഗത്ത് തിളങ്ങി നിൽക്കുന്നവരും വിശ്രമ ജീവിതത്തിലും പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി ഉപജീവനം നടത്തുന്നവരും വരെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി എല്ലാവരും ഒരു ക്ലാസ് മുറിയിൽ എത്തിയതുപോലെ സംഗമിച്ചു. ആകാശവാണി വാർത്താവതാരകൻ MV സക്കറിയ, ജയിൽ സൂപ്രണ്ടായി വിരമിച്ച മൊയ്തീൻകുട്ടി, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം CBV സിദ്ദിഖ് തുടങ്ങി പ്രമുഖരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. വെറുമൊരു കൂടിക്കാഴ്ചയല്ല, ഒപ്പമുണ്ടായിരുന്നവരെ ചേർത്ത് പിടിക്കൽ കൂടിയാണ് ഓർമ്മക്കൂട്ട് എന്ന് സംഘാടകൻ CBV സിദ്ദിഖ് പറഞ്ഞു. ലോകത്ത് ബുദ്ധിമുട്ടുന്നവർക്കും അവരെ സഹായിക്കുക, അവർക്ക് എന്തെങ്കിലും സ്വയം ജീവിക്കാനുള്ള വകുപ്പ് നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ സംഗമത്തിന്റെ തീരുമാനങ്ങൾ എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മരണമടഞ്ഞ സഹപാഠികൾക്ക് അനുശോചനം നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. മുരളിയുടെ മെന്റലിസം ഷോ ആസ്വാദകരമായി. ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് വീണ്ടും കാണാമെന്ന് പരസ്പരം ഉറപ്പു നൽകി വൈകിട്ടോടെയാണ് എല്ലാവരും മടങ്ങിയത്. ACV ന്യൂസ്, കോഴിക്കോട്.